2 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊലപാതക കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി, ഒരു സമുദായ സംഘടനയുടെ അമരക്കാരൻ. കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കും, കേരളത്തിലെ ക്രൈസ്തവരിലെ ഒരു പ്രബല വിഭാഗക്കാരായ പെന്തക്കോസ്റ്റുകാർ പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ആളുകളെ പെന്തക്കോസ്റ്റ് സഭയിലേക്ക് ചേർത്ത് അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നുവെന്ന കാട്ടുതീയായ ഒരു പ്രസ്താവന. സംഭവം ഇടിവെട്ടേറ്റ പോലെ മൊത്തം പടരുകയും വിഷയം അവതരിപ്പിച്ച ആ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരനായ വ്യക്തിയുടെ വീടിന് മുന്നിൽ മാധ്യമക്കാർ വളയുകയും പിന്നെ സംഭവിച്ചതെല്ലാം മലയാളികൾ നേരിൽ കണ്ട വസ്തുതകൾ. കാര്യം ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. പതിറ്റാണ്ടുകളായി കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റും SN ട്രസ്റ്റിന്റെയും SNDPയുടെയും നായകത്വത്തിലൂടെ ഒരു സമുദായത്തിന്റെ എതിരില്ലാത്ത ശബ്ദം, ബിസിനസ് രംഗത്തെ പരാജയം അറിയാത്ത ചുവടുവയ്പിന് ഒരേ ഒരു പേര് മാത്രം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പരാമർശം കാട്ടുതീയായി കത്തിക്കയറിയതും ഇന്നേ ദിവസം വരെയും ആളിക്കത്തുന്നതും മലയാളികൾ കണ്ടിരിക്കും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റുകാർ, ഒരാളെയല്ല ഒരുപാട് ഹിന്ദുക്കളെ മതപരിവർത്തനത്തിലൂടെ അവരിലേക്ക് അടുപ്പിക്കുന്നുവെന്നും ധാരാളം കുടുംബങ്ങളെ ഇത്തരത്തിൽ മതം മാറ്റിയിട്ടുണ്ടെന്നും പണം ചിലവഴിച്ചുകൊണ്ടുള്ള സാർവത്രികമായ മതം മാറ്റം നടത്തുന്നവരാണ് പെന്തക്കോസ്റ്റുകാരെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. മുസ്ലിമീങ്ങളെയും ഈഴവ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ പ്രസക്തരാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ചില സമുദായ നേതാക്കളൊക്കെ ചില പ്രസ്താവനകൾ നടത്തി. ഇതിനെതിരെ പെന്തക്കോസ്റ്റ് സഭകളിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആരോപണത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് വെള്ളാപ്പള്ളിയുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയുടെ കൗൺസിൽ ഭാരവാഹികൾ ഇപ്പോൾ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പെന്തക്കോസ്റ്റുകാര് എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു, ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല. SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു പ്രമുഖ ഹൈന്ദവ സമൂഹമായ ഈഴവ സമുദായത്തിന്റെ പരമോന്നത നേതാവ് എന്ന നിലയിൽ അറിയപ്പെട്ടയാളാണല്ലോ. എന്നാൽ അദ്ദേഹം നടത്തിയ പല വിവാദ പ്രസ്താവനകളിൽ നിന്നും വേറിട്ട ഈ സംഭവം വെള്ളാപ്പള്ളിയെ കൂട്ടമായി ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ചൂടോടെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് പോകണമെന്ന ചിന്തയായിരുന്നു നമുക്കുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും എത്തേണ്ട സ്ഥലവും കൃത്യമായി നിങ്ങൾ കൂടി അറിയണം. പറയുന്നു, ആലപ്പുഴ ചേർത്തല പ്രശസ്തമായ കണിച്ചുകുളങ്ങര ക്ഷേത്രം. കൃത്യമായി പറഞ്ഞാൽ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായാണ് വെള്ളാപ്പള്ളി നടേശന്റെ നമ്മൾ കാണുവാനായി പോകുന്ന പ്രൗഢഗംഭീരമായ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് വെറും ഗുരുനിന്ദ മാത്രമാണ്. വെള്ളാപ്പള്ളി ആരോപിക്കുന്നത് പോലെ തുട്ടുവീശിയുള്ള മതപരിവർത്തനമാണെങ്കിൽ കൊടുത്തത് 1000 രൂപയെങ്കിൽ അതിനു മുകളിൽ 2000 കൊടുത്താൽ മതം മാറിയവർ തിരിച്ച് പഴയ തട്ടകത്തിലേക്ക് മടങ്ങി വരേണ്ടതല്ലേ? അങ്ങനെ ആരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളിക്ക് കഴിയുമെങ്കിൽ അതിനെ പെന്തക്കോസ്റ്റ് സഭകൾ സ്വാഗതം ചെയ്തിരിക്കുന്നുവെന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഭരണഘടന പൗരന് നൽകുന്ന മഹത്തായ സ്വാതന്ത്ര്യങ്ങളിൽ ഒന്ന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ മതത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങളാണ് എന്ന് പറയുമ്പോഴും ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരന് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ആരും മറക്കരുതെന്നും വെള്ളാപ്പള്ളി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിവാദ പരാമർശങ്ങൾക്കൊപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വീടിന് മുന്നിൽ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. 35 വർഷങ്ങൾക്ക് മുൻപ് കണിച്ചുകുളങ്ങരയിലെ ഈ ബംഗ്ലാവ് എല്ലാവർക്കും അത്ഭുതവും കൗതുകവും അസൂയയും ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നുവെന്ന് പല ഇന്റർവ്യൂകളിലും വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയൊരു വീടാണ് ഈ വീട് എന്ന് പറയുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ആളുകൾ ഉണ്ടാക്കി. അന്ന് കോൺട്രാക്ടർ ആയിരുന്ന ഇന്ന് SNDP യോഗം എന്ന സമുദായ സംഘടനയുടെയും SN ട്രസ്റ്റിന്റെയും അമരക്കാരനുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വീട് കാണുവാൻ തിരിച്ച യാത്രയിൽ അറിയുവാൻ കഴിഞ്ഞ കുറച്ചു വിശേഷങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സമ്പന്നനായ പിതാവ് കുടുംബസ്വത്തായി വീതം നൽകിയതിൽ അവകാശ
അവകാശപ്പെട്ട 12 ഏക്കർ പുരയിടത്തിലാണ് 35 വർഷങ്ങൾക്ക് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ ഈ വീട് പണിതത്. വീട് വയ്ക്കുന്ന കാലഘട്ടത്തിലെ ചിലവുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മദ്രാസിൽ നിന്നും കൊണ്ടുവന്ന മൊസൈക്ക്, ഗ്രാനൈറ്റ് എന്നിവ കൈകൊണ്ട് തന്നെ പോളിഷ് ചെയ്ത് വീടിനെ പ്രൗഢമാക്കിയ സന്ദർഭത്തിൽ പോലും എന്താണ് മൊസൈക്ക് എന്നറിയുവാനും കാണുവാനുമായി ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തിയിരുന്നു പോലും. രണ്ടു 3 ഏക്കറായി പടർന്നു കിടക്കുകയാണ് ബംഗ്ലാവും അനുബന്ധ കെട്ടിടങ്ങളും. താമസിക്കുന്ന വലിയ ബംഗ്ലാവിന് പുറമെ തൊഴുത്തും സ്വന്തം വാഹനങ്ങളെ റിപ്പയർ ചെയ്യുവാനുള്ള വർക്ക്ഷോപ്പും കാർ പാർക്കിംഗ് ഏരിയയും വീടിനോട് ചേർന്ന പുരയിടത്തിൽ തന്നെയാണ്. കൂടാതെ ജോലിക്കാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സും ബിസിനസ് സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫീസ്, സെക്യൂരിറ്റി ഹൗസ് എന്നിവയും വീടിന്റെ ഭാഗം തന്നെയാണ്. വീടിന് ചുറ്റും ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് കോമ്പൗണ്ടിനെ മനോഹരമാക്കുന്നുണ്ട്. ഇന്നത്തെ മികച്ച വീടുകളോട് കിടപിടിക്കുന്ന ഭംഗിയും സൗകര്യവുമുള്ള ഈ വീട് അക്കാലത്ത് പ്രദേശത്തെ ഏറ്റവും വലിയ ബംഗ്ലാവ് ആയിരുന്നതിൽ അത്ഭുതമില്ല. മച്ചിട്ട ചുറ്റും വരാന്തകളുള്ള ഒരു വീടായിരുന്നു വെള്ളാപ്പള്ളിയുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബിസിനസ് തിരക്കുകൾക്കിടയ്ക്ക് വീട് പണിക്ക് സമയം കണ്ടെത്തുവാൻ കഴിയാതെ വീട് പണിയുടെ പൂർണ്ണ ചുമതല സ്വന്തം അളിയനെയും ആർക്കിടെക്ട് CRP മേനോനെയും ഏൽപ്പിച്ചു. അങ്ങനെ എറണാകുളത്ത് കണ്ട ഒരു വീടിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്തി വീടിന്റെ പണികൾ പൂർത്തിയാക്കി. വീട് വെച്ച് താമസമാക്കിയ ശേഷം ആരെയും അമ്പരപ്പിക്കുന്ന വളർച്ചയും വിജയകഥകളുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ജീവിതത്തിൽ. എനിക്ക് അടിവെച്ചിട്ടുള്ള ഉയർച്ചയല്ലാതെ തളർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ വിശേഷങ്ങളും വീടിന്റെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നും നേരെ പോകുന്നത് മലയാള സിനിമയുടെ ഭാഗ്യനായികയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അതീവ സുന്ദരിയായ നടി അഭിനയിച്ച സിനിമകളെല്ലാം മലയാളികൾ ആവർത്തിച്ച് കാണുന്നു എന്ന് പറഞ്ഞാൽ ആ നടി ആരാണെന്ന് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ദിവസം ഇതുവരെ നിങ്ങൾ കാണാത്ത മലയാളത്തിന്റെ താരസുന്ദരിയുടെ വീടും കാഴ്ചകളുമായി ഉടനെത്താം. അതുവരെ ശുഭദിനം.